നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ കൊടകര പോലീസിന്റെ പിടിയിൽ. ഉത്സവ ആഘോഷ കമ്മിറ്റിക്കാരായ 2 പേരെ കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 യുവാക്കൾ അറസ്റ്റിൽ. തലോരിൽ കോഴി മാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. ചാലക്കുടി നഗരസഭയ്ക്ക് ഒരു സ്കൂൾ. ചിരകാല ആവശ്യം യാഥാർത്ഥ്യമായി. നഗരസഭ മാനേജ്മെന്റായി ആദ്യമായാണ് ഒരു സ്കൂൾ വരുന്നത്. ലോൺ ടേക്ക് ഓവറിന്റെ പേരിൽ കാർ വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. അന്നനാട് ഗ്രാമീണ വായനശാലയിലെ വനിതാ വേദിയും അവളിടം യുവതി ക്ലബും സംയുക്തമായി പെൺവായന പുസ്തകാസ്വാദനവും ചർച്ചയും നടത്തി. മറ്റത്തൂർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലി ആൽത്തറയിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് PK ഇട്ടൂപ്പ് ചരമവാർഷിക അനുസ്മരണം നടത്തി. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കായികമേള 2025 ബോൺ ടെമ്പസ് ചാലക്കുടിയിൽ നടന്നു. അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അളഗപ്പ നഗർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി വാടക വീട്ടിൽ വെച്ചും ചെറായിയിൽ വെച്ചും ലൈംഗികമായി പീഡിപ്പിച്ച അഴീക്കോട് സ്വദേശിയായ കൂട്ടിക്കൽ സുജേഷിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതി വിവാഹമോചിതയായതിനു ശേഷം സുജേഷ് യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ലൈംഗികമായി പീഡിപ്പിച്ചത്. തുടർന്ന് വിവാഹം കഴിക്കാതെ ഒഴിഞ്ഞുമാറിയെന്ന് യുവതി പരാതി നൽകി. കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ സലീം K, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീൻ, ഗോപേഷ്, അഖിൽ രാജ്, നീതി ബാസി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ കൊടകര പോലീസിന്റെ പിടിയിൽ. കൊടകരയിൽ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. ഷെയർ ട്രേഡിംഗിനായി പണം നൽകിയാൽ ഈ പണത്തിന്റെ ഇരട്ടിയായി ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊടകര കനകമല സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പല തവണകളായി പ്രതികളുടെ വിവിധ അക്കൗണ്ട് നമ്പറുകളിലേക്ക് 5,43,329 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് ട്രേഡിംഗ് നടത്തിച്ച് ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയതിനാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിയായ തച്ചൻകുന്നിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി, വയനാട് അമ്പലമയിൽ ആയിരംകൊല്ലി സ്വദേശിയായ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ ഡെന്നി എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ഉത്സവ ആഘോഷ കമ്മിറ്റിക്കാരായ 2 പേരെ കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 യുവാക്കൾ അറസ്റ്റിൽ. മുരിയാട് ആശാരിമൂല സ്വദേശി മാമ്പ്രക്കാരൻ വീട്ടിൽ ലിബിൻ, കല്ലേറ്റുങ്കര വടക്കുമുറി സ്വദേശി വടക്കേടൻ വീട്ടിൽ ശിവൻ, കല്ലേറ്റുങ്കര ആശാരിമൂല സ്വദേശികളായ കന്നിമേൽ വീട്ടിൽ ഫ്ലെമിംഗ്, തുളുവത്ത് വീട്ടിൽ എറിക്, താഴേക്കാട് കുണ്ടൂപ്പാടം സ്വദേശി പൂക്കില്ലത്ത് വീട്ടിൽ നെബിൽ എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്ലേറ്റുങ്കര വടക്കുമുറി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി ആഘോഷത്തിനിടെ ഉന്തും തള്ളും ഉണ്ടായത് ചോദ്യം ചെയ്ത കമ്മിറ്റിക്കാരെ പ്രതികൾ കത്രിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു.
മുരിയാട് സ്വദേശിയായ മുല്ലശ്ശേരി വീട്ടിൽ അജീഷ്, സുഹൃത്തായ രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കല്ലേറ്റുങ്കരയിൽ നിന്നാണ് പ്രതികളെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആളൂർ സബ് ഇൻസ്പെക്ടർ അഫ്സൽ, സബ് ഇൻസ്പെക്ടർമാരായ സുമേഷ്, സുരേന്ദ്രൻ, ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സവീഷ്, ജിബിൻ, ഹരികൃഷ്ണൻ, ബിലഹരി, ആഷിഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ 5 പേരെയും റിമാൻഡ് ചെയ്തു. തലൂരിൽ കോഴി മാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാതെ വന്നതോടെ ദുർഗന്ധം പരന്നത് പരിസരവാസികളെ ദുരിതത്തിലാക്കി. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് മേഖലയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. പ്ലാസ്റ്റിക് വീപ്പകളിലാക്കിയ കോഴി മാലിന്യമാണ് വാഹനത്തിലുള്ളത്. അപകടത്തെ തുടർന്ന് വാഹനത്തിന്റെ ഡ്രൈവർ പോയ ശേഷം തിരിച്ചെത്തിയില്ലെന്നും വിവരം അറിയിച്ചിട്ടും പുതുക്കാട് പോലീസും എത്തിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. നിരവധി വീടുകളുള്ള പ്രദേശത്ത് നിന്ന് പിക്കപ്പും മാലിന്യവും മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലക്കുടി നഗരസഭയ്ക്ക് ഒരു സ്കൂൾ, ചിരകാല ആവശ്യം യാഥാർത്ഥ്യമായി. നഗരസഭ മാനേജ്മെന്റായി ആദ്യമായാണ് ഒരു സ്കൂൾ വരുന്നത്. വർഷങ്ങളായി തുടരുന്ന ആവശ്യമാണ് നിരവധി ഇടപെടലുകളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായി യാഥാർത്ഥ്യമായിരിക്കുന്നത്. എയ്ഡഡ് സ്കൂളായിരുന്ന വിദ്യാലയം വർഷങ്ങൾക്ക് മുൻപേ നഗരസഭയ്ക്ക് വിട്ടു നൽകാൻ മാനേജ്മെന്റ് തയ്യാറായി എങ്കിലും സർക്കാർ ഉത്തരവ് ലഭ്യമാവാത്തതിനാൽ ഏറ്റെടുക്കാനായില്ല. പാടി ചാലക്കുടി റിപ്പബ്ലിക്കൻ വായനശാലയും മുൻ MLA PK ഇട്ടൂപ്പിന്റെ കുടുംബവുമായിരുന്നു ഇതിന്റെ മാനേജ്മെന്റ്. ഭൂമി ഉൾപ്പെടെ ഇവരുടെ കുടുംബം വിട്ടു നൽകുകയും വായനശാല പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തിരുന്നതാണ്. റിപ്പബ്ലിക്കൻ ലൈബ്രറിക്ക് സമീപത്തുള്ള നഗരസഭാ കെട്ടിടത്തിൽ സൗകര്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. പല ഘട്ടങ്ങളിലായി നഗരസഭയും MLA മാരും ഇതിന് ശ്രമിച്ചെങ്കിലും അംഗീകാരം ലഭിച്ചിരുന്നില്ല. വിവിധ തലങ്ങളിൽ ചർച്ചയും തീരുമാനവും ഉണ്ടായെങ്കിലും സർക്കാർ അനുമതി വൈകുകയായിരുന്നു. പ്രദേശവാസികളും സ്കൂൾ PTA ഭാരവാഹികളും MLA-യോടും മറ്റ് നഗരസഭാ ജനപ്രതിനിധികളോടുമൊപ്പം ഇക്കാര്യത്തിനായി നിരന്തര പ്രവർത്തനത്തിലായിരുന്നു. ലോൺ ടേക്ക് ഓവറിന്റെ പേരിൽ കാർ വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. ഇരിങ്ങാലക്കുടയിൽ ലോൺ ടേക്ക് ഓവറിന്റെ പേരിൽ കാർ വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എറിയാട് അത്താണി സ്വദേശി മംഗലപ്പള്ളി വീട്ടിൽ സനോജിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. മൂർക്കനാട് സ്വദേശിയായ യുവതിയാണ് തട്ടിപ്പിനിരയായത്. യുവതിയുടെ പേരിൽ കാർ ലോൺ എടുത്ത് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 5,11,499 രൂപയുടെ കാർ വാങ്ങി കൊണ്ടുപോയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ ദിനേഷ് കുമാർ, ക്ലീറ്റസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഡിബിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അന്നനാട് ഗ്രാമീണ വായനശാലയിലെ വനിതാവേദിയും അവളിടം യുവതി ക്ലബ്ബും സംയുക്തമായി പെൺവായന പുസ്തകാസ്വാദനവും ചർച്ചയും നടത്തി. ഡോക്ടർ KS അഖിലയുടെ ഒരേ നിറമുള്ള 2 വാക്കുകൾ എന്ന പുസ്തകം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ മുത്തുലക്ഷ്മി സദസ്സിന് പരിചയപ്പെടുത്തി. വായനശാല ഭരണസമിതി അംഗം അനിത നാരായണൻ അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് PR ഭാസ്കരൻ, ശോഭ ഗോപി, ഗിരിജ ഉണ്ണി, രചന സുരേന്ദ്രൻ, മനോജ് കുമാർ, LC സച്ചിദാനന്ദൻ, C രാധാകൃഷ്ണൻ, TG ദേവദാസ് എന്നിവർ വായനാനുഭവം പങ്കുവച്ചു. ഡോക്ടർ KS അഖില തന്റെ രചനാനുഭവവും പുസ്തകത്തെക്കുറിച്ചും ചർച്ചയെക്കുറിച്ചുള്ള അഭിപ്രായം സദസ്യരുമായി പങ്കുവച്ചു. തുടർന്ന് വനിതാവേദി കൺവീനറായ ശ്രീമതി LC സച്ചിദാനന്ദൻ ഏവർക്കും നന്ദി അർപ്പിച്ച് സംസാരിച്ചു. മട്ടത്തൂർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലി ആൽത്തറയിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. മട്ടത്തൂർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്ലാനിംഗ് ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെയും പഞ്ചായത്ത് തല വികസന ഫണ്ട് അഴിമതിക്കെതിരെയും കോടാലി ആൽത്തറയിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം DCC സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം UDF ചെയർമാൻ ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ,
IMUL മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ഉസ്മാൻ വലിയ വളപ്പിൽ, കേരള കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് KC ജോസ്, DAPC സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ചന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ലിൻഡു പള്ളിപ്പറമ്പിൽ, മോളി തോമസ്, പ്രവീൺ മാഷ്, സാദത്ത് CH, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നൈജോ വാസുപുരത്തുകാരൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് PK ഇട്ടൂപ്പ് ചരമവാർഷിക അനുസ്മരണം നടത്തി. ചാലക്കുടി മദർ റെസിഡൻസി ഹാളിൽ നടന്ന ചടങ്ങ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ ജോസ് K മാണി MP ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം നന്ദി രേഖപ്പെടുത്തി. നമ്മൾ കൃത്യമായി അവതരിപ്പിച്ചത് മറ്റൊന്നുമല്ല, പ്രധാനമായും അതിൻ്റെ നമ്മളവിടെ ഫെൻസ് വേണം, അല്ലെങ്കിൽ ഇവിടെ 1000 കോടി വേണം, അതൊന്നുമല്ല. പക്ഷെ നിയമപരമായി നമുക്ക് കിട്ടേണ്ട സംരക്ഷണം, ആ സംരക്ഷണം ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കായികമേള 2025 ബോൺ ടെമ്പസ് ചാലക്കുടിയിൽ നടന്നു. സംസ്ഥാന സബ് കമ്മിറ്റി ചെയർമാൻ CA ബിജു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് PS ജോസഫ് അധ്യക്ഷനായി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് സബ് കമ്മിറ്റി കൺവീനർ ഉമ്മർ ഷെരീഫ് M പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജനറൽ സെക്രട്ടറി NK ശിവൻകുട്ടി, ട്രഷറർ രാജീവ് S എന്നിവർ അനുമോദനങ്ങൾ അർപ്പിച്ചു. ജനറൽ കൺവീനർ ഫ്രാൻസൻ മൈക്കിൾ നന്ദി രേഖപ്പെടുത്തി. എല്ലാവരും അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അളഗപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. മാസപ്പടി കേസിൽ SFIO മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോലം കത്തിച്ചത്. DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, പ്രിൻസൻ തയ്യാലക്കൽ, K രാധാകൃഷ്ണൻ, K മനോജ് കുമാർ, ഹരൻ ബേബി, ആൻസ് ആന്റോ എന്നിവർ പ്രസംഗിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അളഗപ്പനഗർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതുമൂലമുണ്ടായ വികസന സ്തംഭനത്തിന് പരിഹാരം കാണുക, അനുവദിച്ച ഫണ്ടിന് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പിൻവലിക്കുക, ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ആമ്പല്ലൂർ സെന്ററിൽ നടത്തിയ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ ജിമ്മി മഞ്ഞളി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, നേതാക്കളായ K രാജേശ്വരി, ആന്റണി കുറ്റൂക്കാരൻ, സിജോ പുന്നക്കര, KV ജയപാലൻ, പ്രിൻസൻ തയ്യാലക്കൽ, സുരേന്ദ്രൻ, സനൽ മഞ്ഞളി, ദിനിൽ പാലപ്പറമ്പിൽ, K മനോജ് കുമാർ, ഹരൻ ബേബി, C മുരളി, തങ്കപ്പൻ, O വിജയൻ, ജോസ് ചുക്കിരി, സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം UDF നിയോജക മണ്ഡലം ചെയർമാൻ KL ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പോൾസൺ തെക്കുംപീടിക, സനൽ മഞ്ഞളി, ദിനിൽ പാലപ്പറമ്പിൽ, ഹരൻ ബേബി എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 115 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8285 രൂപ, പവന് 66,280 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ കൊടകര പോലീസിന്റെ പിടിയിൽ.
ഉത്സവ ആഘോഷ കമ്മിറ്റിക്കാരായ 2 പേരെ കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 യുവാക്കൾ അറസ്റ്റിൽ. തലോരിൽ കോഴി മാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. ചാലക്കുടി നഗരസഭയ്ക്ക് ഒരു സ്കൂൾ. ചിരകാല ആവശ്യം യാഥാർത്ഥ്യമായി. നഗരസഭാ മാനേജ്മെന്റായി ആദ്യമായാണ് ഒരു സ്കൂൾ വരുന്നത്. ലോൺ ടേക്ക് ഓവറിന്റെ പേരിൽ കാർ വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. അന്നനാട് ഗ്രാമീണ വായനശാലയിലെ വനിതാ വേദിയും അവളിടം യുവതി ക്ലബും സംയുക്തമായി പെൺവായന പുസ്തകാസ്വാദനവും ചർച്ചയും നടത്തി. മറ്റത്തൂർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലി ആൾത്തറയിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് PK ഇട്ടൂപ്പ് ചരമവാർഷിക അനുസ്മരണം നടത്തി. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കായികമേള 2025 ബോൺ ടെമ്പസ് ചാലക്കുടിയിൽ നടന്നു. അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അളഗപ്പ നഗർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.